നിലമ്പൂർ നഗരസഭ ജില്ലാ ആസൂത്രണ സമിതിയിൽ അംഗീകാരത്തിനായി സമർപ്പിച്ച പദ്ധതികൾക്ക് അംഗീകാരം നൽകരുതെന്ന് പരാതി. പ്രതിപക്ഷ കൗൺസിലർ PM ബഷീറാണ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്ക് പരാതി നൽകിയത്. നിലമ്പൂർ നഗരസഭ ജില്ലാ ആസൂത്രണ സമിതിയിൽ കൊടുത്തിട്ടുള്ള പദ്ധതികൾക്ക് അംഗീകാരം കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാ വാർഡുകളിലേക്കും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഒരു ഭരണസമിതിയുടെ പൊതുവായ ചുമതലയും കർത്തവ്യവുമാണ്. ഈ ഭരണസമിതിയുടെ ചെയർപേഴ്സണായി അധികാരമേറ്റ ഉടനെ ബഹുമാനിയായുള്ള ചെയർപേഴ്സൺ അന്ന് പ്രഖ്യാപിച്ചത് വിവേചനമില്ലാത്ത ഭരണമെന്നാണ്. പക്ഷേ കഴിഞ്ഞ ഈ 8 മാസത്തെ നമ്മുടെ അനുഭവം വിവേചനമുള്ള ഭരണം, വിദ്വേഷമുള്ള ഭരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം 1986 ജനസംഖ്യയുള്ള ഈ നഗരസഭയുടെ തന്നെ ഏറ്റവും വലിയ വാർഡായിട്ടുള്ള എൻ്റെ വല്ലപ്പുഴ ഡിവിഷനകത്ത് ഒരു നയാ പൈസ ആ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടില്ല. വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിൽ ഇപ്പോഴത്തെ ചെയർപേഴ്സണ് വിവേചനമുണ്ടെന്നും തൻ്റെ ഡിവിഷനായ വല്ലപ്പുഴയിലേക്ക് ഫണ്ട് നീക്കിവെച്ചിട്ടില്ല, മാത്രവുമല്ല അങ്കണവാടികളുടെ പരിശോധനയിൽ കണ്ടെത്തിയ കെട്ടിട തകർച്ച പോലും പരിഹരിക്കാൻ 1 രൂപ പോലും നീക്കിവെച്ചിട്ടില്ല. ഏകപക്ഷീയമായ പദ്ധതികൾക്ക് ഇക്കാരണങ്ങളാൽ അംഗീകാരം നൽകരുതെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയതെന്നും PM ബഷീർ പറഞ്ഞു. ഈ കഴിഞ്ഞ 5-6 മാസം മുമ്പാണ് നഗരസഭയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗനവാടികളുടെ ഗുണപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ച് വലിയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർ കണ്ടെത്തിയിട്ടുള്ള, അതിനകത്ത് ജനപ്രതിനിധികളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, നഗരസഭ എഞ്ചിനീയർ ഉണ്ട്, വലിയ വിങ് കണ്ടെത്തിയിട്ടുള്ള ഈ നഗരസഭയിൽ ഏകദേശം 11 അംഗനവാടികൾ, ആ അംഗനവാടികളുടെ കെട്ടിടം പൂർണ്ണമായി തകർച്ചയിലാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള അംഗനവാടികൾ നമ്മുടെ നാട്ടിലെ വളരെ കുഞ്ഞുങ്ങൾ, ശിശുക്കൾ പഠിക്കുന്ന ഈ അംഗനവാടികളുടെ നവീകരണത്തിന്, പുനർനിർമ്മാണത്തിന് വേണ്ടി 1 രൂപ പോലും മാറ്റിവെച്ചിട്ടില്ല. അതുകൊണ്ട് തീർത്തും ഏകപക്ഷീയമായിട്ടുള്ള രാഷ്ട്രീയ വിവേചനമായിട്ടുള്ള ഈ പദ്ധതിക്ക് അംഗീകാരം കൊടുക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജില്ലാ പ്ലാനിംഗ് ഓഫീസറെ സമീപിച്ചത്.